ഒരു ജീവനി എന്ന് പറഞ്ഞാൽ നമ്മൾ ജലാംശത്ത് കാണും. കാട്ടുപോത്ത് എല്ലാം ഉണ്ട്. ആനയില്ല. വെള്ളം പറ്റിയില്ലെങ്കിൽ അത് നീന്തി പോകാമല്ലോ. എല്ലാം നീന്തും. പിന്നെ അക്കരെ നീന്തി കയറുള്ളൂ. ചീങ്കണ്ണിയുണ്ട്. ഡാമില് ചീങ്കണ്ണിയുണ്ട്. വീഡിയോ കണ്ടിട്ടുണ്ട്. ഈ ഭാഗത്ത് കണ്ടിട്ടുണ്ട്. മറ്റേ ലയൺസ് പാർക്ക് ഇല്ലേ ഇപ്പൊ അവിടെ? മറ്റേ നേടാം. അവിടെ സർവീസ് ഇല്ല, മൃഗങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. നല്ല മഴ പെയ്യുന്നുണ്ട്. ചിങ്ങണ്ടി എങ്ങനെയാണോ ഇങ്ങനെ വരുമോ മുകളില്? ചീങ്കണ്ണി പിന്നെ അക്കരെ കയറി കിടക്കും. പള്ളിയിലൂടെ ഒന്ന് രണ്ടെണ്ണം കണ്ടിട്ടുണ്ട്. കാണും. വനമേഖലയില്ലേ കാണും. ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ജനവാസ മേഖല ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് വലുതായിട്ട് ശല്യം ചെയ്യാറ്. പിന്നെ നേരത്തെയൊക്കെ ഇവിടെയൊക്കെ ബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു. മലമ്പൊക്കെ വെച്ചിട്ടുണ്ട്, വെള്ളത്തിൽ ഇറങ്ങിയിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ പോയി. എന്നാലും അവർ പരസ്യം നേരത്തെ ഉള്ളപ്പോഴും പരസ്യം വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ കുളിക്കാൻ അനുവാദം ഉണ്ടല്ലേ? ഇവിടെ അനുവാദം ഉണ്ടാകും. കുളിക്കാം. പിന്നെ ആൾക്കാരൊന്ന് കുളിക്കുന്നു അങ്ങനെ. പിന്നെ ഇതൊക്കെ കെട്ടി വെച്ചിരിക്കുന്നു പഞ്ചായത്ത് കെട്ടി. പക്ഷെ ജീവനി എന്ന് പറഞ്ഞാൽ നമ്മൾ ജലാംശത്ത് കാണും. അതിനെല്ലാം എവിടെയാണെങ്കിൽ നമുക്ക് പറഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് എവിടെ പോകണമെന്ന് അതിന് പറഞ്ഞിട്ട് കാര്യമൊന്നും. പിന്നെ വെള്ളം ഇറങ്ങുമ്പോൾ പേടിക്കണ്ടേ? വെള്ളം ഇറങ്ങുമ്പോൾ അല്ലേ അപ്പോൾ ഇത്രയും വെള്ളം കിടക്കൊണ്ട് എവിടെയും കയറി കിടക്കും. പക്ഷെ വെള്ളം ഇറങ്ങുമ്പോൾ വെള്ളം കുറഞ്ഞോണ്ട് എപ്പോഴും കറങ്ങി കരയിലേക്ക് കയറി കിടക്കും. ഇവിടെ എല്ലാം വെള്ളം ഇറങ്ങുമ്പോൾ പകുതിയോളം വെള്ളം താഴെ പോയി. മുന്നേ അവിടെ ആയിരുന്നു ചേട്ടന്? ഇവിടെ തന്നെ ആയിരുന്നു. അല്ല ഇവിടെ കടത്തുണ്ടായിരുന്നു? ഇവിടെ ഉണ്ട്. ഇത് പണ്ടേ ഉള്ള കടത്ത് തന്നെ. ഇതേ സ്ഥലം ഏതാണ്? ഇത് കരിമംകുളം. പഞ്ചായത്തിന്റെ ആണല്ലേ? ഇതാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിക്കടുത്ത് മായം കടവ്. ഈ കടവിൽ വന്നാൽ ഇതേപോലത്തെ കടത്ത് വെള്ളത്തിലും കയറാം. പിന്നെ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു കടയുണ്ട്. അവിടെ നല്ല ഫുഡും കഴിക്കാം. നിങ്ങൾ നേരത്തെ വിളിച്ച് പറഞ്ഞാൽ മാത്രമേ അവർ ഫുഡ് റെഡിയാക്കി വെക്കത്തുള്ളൂ. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും താഴെ കൊടുത്തിരിക്കാം. ഇങ്ങനെ എടുക്കുക. ചൂട്